രാജ്യത്ത് സ്വാതന്ത്ര്യ ദംസനമെന്ന തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ക്രൈസ്തവർ ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നു. കന്യാസ്ത്രീകൾ തുറുങ്കിലടയ്ക്കപ്പെടുന്നത് ഇതിന്റെ ഭാഗമെന്നും മാർ ജോസഫ് പാംബ്ലാനി കുറ്റപ്പെടുത്തി. ഭാരതത്തിൽ പലതരത്തിലുള്ള സ്വാതന്ത്ര്യ ധ്വംസനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. വിശിഷ്യ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, ക്രൈസ്തവർ, മിഷണറിമാർ, നാടിന് നന്മ ചെയ്യാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച സന്യസ്തർ, അവരൊക്കെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തപ്പെടുകയും ഏത് നിമിഷം അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരേണ്ടതുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. അരുൺ, ഇതേ ഏതു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പ്രസ്താവന അദ്ദേഹം നൽകിയത്? ഇപ്പോൾ ഡിവൈഎഫ്ഐ പറയുന്നത് തലശ്ശേരി ബിഷപ്പ് നിലപാട് തിരുത്തിയത് MV ഗോവിന്ദൻ ഇഫക്റ്റ് എന്നാണ് ഡിവൈഎഫ്ഐയുടെ ഒരു പ്രതികരണം വരുന്നത്. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ പറയേണ്ടത് പറഞ്ഞുവെന്ന് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൻ ശശിയുടെ ഒരു പ്രസ്താവനയും ഒരു പ്രതികരണവും ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കുകയാണ്. എന്താണ് അരുൺ ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത്? വിജയകുമാർ, ബിഷപ്പിൻ്റെ സ്വാതന്ത്ര്യ ദിന സന്ദേശത്തിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു പരാമർശം തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്കറിയാം, ഈ ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ട് അവസരവാദ നിലപാടാണ് തലശ്ശേരി ബിഷപ്പ് സ്വീകരിച്ചതെന്ന വിമർശനം CPIM സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം DYFI ഉൾപ്പെടെ ബിഷപ്പിനെതിരെ വലിയ വിമർശനങ്ങൾ, അതായത് സംഘപരിവാർ സംവിധാനങ്ങളുമായി മൃദു സമീപനവും അവർക്ക് അനുകൂലമായ നിലപാടാണ് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സമൂഹങ്ങൾ, കന്യാസ്ത്രീകൾ ഉൾപ്പെടെ അതിക്രമങ്ങൾ നേരിടുമ്പോഴും ഈ സംഘപരിവാർ സംവിധാനങ്ങളുടെ അനുകൂലമായ നിലപാട് ബിഷപ്പ് പാംബ്ലാനി ഉൾപ്പെടെ സ്വീകരിക്കുന്നുവെന്ന വിമർശനം ഉന്നയിക്കുകയും ചെയ്തത്. അത് പിന്നീട് അതിന് മറുപടിയായി തലശ്ശേരി അതിരൂപതയുടെ പ്രതികരണവും പിന്നീട് അതൊരു രാഷ്ട്രീയ വിവാദമായി മാറുകയൊക്കെ ചെയ്തിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഈ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ നിലവിലെ രാജ്യത്തെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ബിഷപ്പ് വിശദീകരിക്കുന്നത്. നിലവിൽ രാജ്യത്ത് സ്വാതന്ത്ര്യ ദംസനം എന്നാണ് രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ അല്ലെങ്കിൽ വിവിധ തലങ്ങളിൽ സ്വാതന്ത്ര്യ ദംസനങ്ങൾ നടക്കുന്നു എന്നാണ് ബിഷപ്പ് പറയുന്നത്. ക്രൈസ്തവർ ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളെ സംശയത്തിൻ്റെ നിഴൽ നിർത്തുന്നു. കന്യാസ്ത്രീകൾ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കപ്പെടുന്നത് ഇതിൻ്റെ ഭാഗമാണ്. ഇത് തിരുത്തണം എന്ന ഒരു വിമർശനം, അതായത് നമ്മുടെ രാജ്യത്തെ നിലവിലെ സംവിധാനങ്ങളിൽ ഇത്തരം അതിക്രമങ്ങൾ നടക്കുന്നു എന്ന സൂചന നൽകുന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ ബിഷപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. DYFIയുടെ പ്രതികരണം കൂടി അതിൽ വന്നിട്ടുണ്ട്. അതായത് ബിഷപ്പ് തിരുത്തുകയാണ്, അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം തിരുത്തുകയാണ്. അത് MV ഗോവിന്ദൻ എഫക്റ്റാണ്, കിട്ടേണ്ടത് കിട്ടിയപ്പോൾ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ DYFI കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൻ ശശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കുറിപ്പുൾപ്പെടെ പുറത്തു വരുന്നത്. അതായത് CPIMൻ്റെ ഉൾപ്പെടെ പ്രതികരണം ഇപ്പോൾ ബിഷപ്പ് നിലപാട് തിരുത്തുന്നു, കൃത്യമായി കാര്യങ്ങൾ വിമർശിച്ചപ്പോൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ബിഷപ്പ് തിരുത്തുന്നു. അത് വളരെ ശ്രദ്ധേയമായിട്ടുണ്ട്. കാരണം തലശ്ശേരി ബിഷപ്പ് നിലപാട് തിരുത്തിയത് MV ഗോവിന്ദൻ എഫക്ട് എന്നാണ് DYFI പറയുന്നത്.